വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. റോമർ 3:29 നമ്മുടെ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നത്, ദൈവയഹൂദന്മാരുടെ ദൈവം മാത്രമോ, ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. യഹൂദനെന്നോ യവനെന്നോ ശകനെന്നോ ബർബരനെന്നോ ആണെന്നോ പെണ്ണെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ സകലരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവസ്നേഹം. ന്യായപ്രമാണപ്രകാരം യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി കൊണ്ടുവരുമ്പോൾ ശിമിയോൻ യേശുവൈതലിനെ കൈകളിൽ എടുത്തുകൊണ്ട് പറയുന്നത്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിർജ്ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ലൂക്കോസ് 2:31. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് നൽകിയ നിയോഗം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം എന്ന് മത്തായി 28:20. യോഹന്നാൻ കണ്ട സ്വർഗീയ ദർശനത്തിൽ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരഥിയെ കാണുന്നത് വെളിപ്പാട് 7:9. കർത്താവ് തൻ്റെ ആലയത്തെക്കുറിച്ച് പറയുന്നത് സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന സകലരെയും ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ഒരേ കാഴ്ചപ്പാടോടെ, ഒരേ സ്നേഹത്തോടെ, ഒരേ കരുതലോടെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനാ യഥാർത്ഥ വിശ്വാസി. മത്തായി 15-ാം സോർ സീദോൻ പ്രദേശത്തു നിന്ന് വന്ന ഒരു കനാന്യ സ്ത്രീയുടെ ഏകമകൾക്ക് സൗഖ്യം നൽകുന്ന യേശു കർത്താവിൻ്റെ പ്രവൃത്തി വിവരിച്ചിട്ടുണ്ട്. അന്യജാതിക്കാരത്തിയായ ഈ സ്ത്രീയുടെ വിശ്വാസത്തെ അഭിനന്ദിച്ചുകൊണ്ട് യേശു പറയുന്നത്, നിന്റെ വിശ്വാസം വലിയത് എന്ന്. പുതോപദ്രവം കഠിനമായിരിക്കുന്ന തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഈ സ്ത്രീ യേശുവിനെ സമീപിക്കുന്നത്. അവൾ യേശുവിൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. യേശുവിന് പിന്നാലെ നിലവിളിച്ചുകൊണ്ട് നടക്കുവാനുള്ള കാരണം തൻ്റെ മകൾക്ക് സൗഖ്യം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്നുള്ള അവളുടെ വിശ്വാസമാണ്. യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നമസ്കരിച്ചുകൊണ്ട് തൻ്റെ ആവശ്യം യേശുവിനോട് പറയുന്നു, എന്നെ സഹായിക്കണം, എൻ്റെ മകൾക്ക് സൗഖ്യം നൽകണം. ഈ സ്ത്രീയോടുള്ള യേശുവിൻ്റെ ആദ്യ പ്രതികരണം, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. നായുമായി ബന്ധപ്പെടുത്തി ഈ സ്ത്രീയോട് കർത്താവ് സംസാരിച്ചത് വളരെ കഠിനമായതല്ലേ എന്ന് നാം ചിന്തിക്കും. എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ഈ വിധത്തിൽ സംസാരിച്ചത്? അന്യജാതിക്കാരത്തിയായ ഈ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് ഈ പ്രതികരണത്തിൽ കൂടി കർത്താവ് നടത്തിയത്. സ്ത്രീയുടെ മറുപടി അവളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതായിരുന്നു. അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. മത്തായി 15:27. നായ്ക്കൾ സാധാരണ വീടിന് വെളിയിലാണ് കിടക്കുന്നത്. വീടിനുള്ളിൽ അവകൾക്ക് പ്രവേശനമില്ല. എന്നാൽ നായ്ക്കുട്ടികളെ വീട്ടിനുള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നു. കാരണം നായ്ക്കുട്ടികൾ ഭവനത്തിലുള്ളവരുടെ ലാളനകൾക്ക് പ്രാപ്തരായിരുന്നു. നായ്ക്കുട്ടികൾ സാധാരണ ഭക്ഷണമേശയ്ക്ക് കീഴിൽ കിടക്കും. ഭക്ഷണമേശയിൽ നിന്ന് താഴെ വീഴുന്ന നുറുക്കുകളെ കുറിച്ച് അവർക്ക് അറിയാം. സ്ത്രീയുടെ പ്രതികരണത്തെ നമുക്ക് ഈ വിധത്തിൽ മനസ്സിലാക്കാം. ഞാൻ ഒരു അന്യജാതിക്കാരത്തിയാണ്, എങ്കിലും ഞാനും വളരുന്നത് നിൻ്റെ സ്നേഹത്തിലും പരിപാലനത്തിലുമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹത്തിന് നൽകുന്നത് പോലെ ഒന്നും വേണ്ട. എൻ്റെ മകൾക്ക് സൗഖ്യം നൽകിയാൽ മാത്രം മതി. എന്നെ ഒരു നായ്ക്കുട്ടിയായി കണ്ട് സ്നേഹിച്ചാൽ മതി. അപമാനകരമായ വാക്കുകളുടെ മുൻപിലും തളർന്നു പോകാതെ വിശ്വാസത്തോടെ ഈ അന്യജാതിക്കാരത്തി യേശുവിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. തൻ്റെ മകളുടെ സൗഖ്യം കാണാതെ മടങ്ങിപ്പോകില്ല എന്ന് അവൾ ഉറപ്പിച്ചു. അവൾ യേശുവിൽ പൂർണ്ണമായ ആശ്രയം വയ്ക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ വിജയം വരിച്ച കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ യേശു അംഗീകരിച്ചു. ഇസ്രായേൽ ഗൃഹത്തിന് നൽകി അതേ പദവി അവൾക്ക് നൽകി, അതേ പരിഗണന നൽകി അവളുടെ മകൾക്ക് സൗഖ്യം നൽകി. ഇന്ന് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാം. ഗൾഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മൂലം അവിടെയുള്ള നമ്മളുടെ മക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ ഭയപ്പാടോടെയാണ് കഴിയുന്നത്. ഇവിടെ നാം ഭയത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്.
ഈ സ്ത്രീയെപ്പോലെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് നീക്കിപോക്കുകൾ കർത്താവിൻ്റെ കൈകളിലുണ്ട് എന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അന്യജാതിക്കാരിയായ ഈ സ്ത്രീ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ വിശ്വസിപ്പാനും കർത്താവിൻ്റെ കരങ്ങളിൽ വീഴുവാനും നമുക്ക് കഴിയണം. കർത്താവ് സ്നേഹിച്ചതുപോലെ വർഗവർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ല ശമര്യക്കാരനായി നാം ഓരോരുത്തരും തീരണം. കർത്താവെ, സകലരെയും ദൈവമക്കളായി കാണുന്ന കാഴ്ചപ്പാട് എനിക്കും നൽകണമേ. ആമേൻ.